ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നമ്മുടെ ദുബായിലെ ലാസ്റ്റ് ഡേ ആണ് ഈ മാസത്തെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ആദ്യം കൊടുന്നോല് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. ഫുള്ള് സെറ്റായി ഇവിടെ വന്നിരിക്കുന്നത് ടീം സിയ ഗോൾഡ്. നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ടീം സിയ ഗോൾഡ് വീണ്ടും വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്ന ടൈമിൽ എനിക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചൊരു ടീമിൽ പെട്ട ആൾക്കാരായിരുന്നു ടീം 123 കാർഗോ. ദുബായിലുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ടീം തന്നെയാണ്. അപ്പോൾ ഓല് ഇമ്മച്ചിക്ക് കുക്കറല്ലേ ഓല വക ഇമ്മാക്ക് കുക്കർ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ബാഗിൽ കുക്കർ പോകില്ല എന്നുള്ളത് ഇവർ വ്ളോഗൊക്കെ കണ്ട് മനസ്സിലാക്കി. രണ്ടാമത് കൊടുന്ന കുക്കറും എൻ്റെ ബാഗിൽ ചെറിയ കുക്കറാണ് വന്നതെന്ന് ഇവർ പറഞ്ഞ്. അപ്പോൾ ഓല വക വലിയൊരു കുക്കർ ഓല് കാർഗോയിൽ അയക്കണുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എനിക്ക് എന്തായാലും ഹാൻഡ് ബാഗും എനിക്കിൻ്റെ ലഗേജും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഓലെന്നെ ഇപ്പം നമ്മളെ പാക്കിങ്ങിൻ്റെ ടൈമിൽ നമ്മളിവിടെ വന്ന് ഫുൾ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഓലെന്നെയാണ് കൂടി തന്നത്. സോ ഇതിൻ്റെ പെട്ടിയാണ്. ഞങ്ങൾ കാർട്ടൂൺ പെട്ടിയിൽ കൊണ്ടുപോകാൻ വിചാരിച്ചു. പെട്ടിൻ്റെ അൺബോക്സിങ് വരെയെത്തിയിട്ടുണ്ടാവും. ഇത് ജിമ്മിൻ്റെ പെട്ടിയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പെട്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് മിനിറ്റിൽ ടീം സിയ ഗോൾഡിൻ്റെ വക വന്നിട്ടുള്ളൊരു സമ്മാനമാണ്. ഞാൻ കാണിച്ചു തരാം. രണ്ടാളും വേണ്ടി വരും ഇത് തുറക്കാൻ. പെർഫ്യൂം അതിലിടാം. പൊട്ടൂലല്ലോ അല്ലേ? ഇതിൽ പണ്ട് CID മ്യൂസിയിലൊക്കെ തുറക്കണ പോലെ കോടൊക്കെ അടിച്ച് തുറന്നിട്ട് കുറച്ച് അറേബ്യൻ ഊതല്ലേ, അറേബ്യൻ ഊതിൻ്റെ കുറച്ച് പെർഫ്യൂംസാണ്. 1 2 3 4 1 5 6 ഇത് ഊതിൻ്റെ വിത്തോ കുരു. ഓക്കെ, പിന്നെ ഇത് അപ്പം ഇതിൽ എനിക്ക് തൊടാൻ അവകാശമല്ല, കാരണം ഫുള്ളി ഇപ്പച്ചിക്കാണെന്നാണ് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വള ഇമ്മച്ചിക്കാണെന്നാണ് പറഞ്ഞത്. വള അവിടെ എത്തിട്ടോ. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ പാക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവര് ഫുൾ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. വന്ന് നമ്മൾ വിചാരിച്ച പോലല്ല, ഒറ്റയടിക്ക് വന്ന് സാധനങ്ങൾ പാക്ക് ചെയ്യാം. ഞാൻ ഇതൊരു 1.5 മണിക്കൂർ, കാരണം ഞാൻ പേരെന്ന് പാക്ക് ചെയ്യുമ്പോൾ 1.5 മണിക്കൂർ ടൈമൊക്കെ എടുത്ത് ആലോചിച്ച് പാക്ക് ചെയ്ത്. ഇവര് വന്ന് കാർട്ടൂൺ അടിച്ചിന്, കാർട്ടൂണും കൂടെ കയറ് ചുറ്റിന് പാക്ക് ചെയ്ത് പോകും. എൻ്റെ പരിപാടി 5 മിനിറ്റ് കൊണ്ട് ഇവര് തീർത്തന്നു. നിങ്ങളെ പേര്? മഷൂർ. നിങ്ങളെ? എൻ്റെ പേര് ബദറുദ്ദീൻ. ബദറു. എൻ്റെ പേര് മുസവീർ. മറ്റേ കാക്കേ? സനജ്. സോ ഓല് 4 പേരാണ് വന്നത്. ഓല വണ്ടിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. 2 വണ്ടിയിലൊക്കെ വന്നപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. 2 വണ്ടിയിലൊക്കെ വന്നോല്. അപ്പോൾ എന്തായാലും സാധനങ്ങൾ പാക്ക് ചെയ്ത് പകുതി അയക്കണ്. കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഓരോരുത്തരായിട്ട് കൊണ്ടുതന്ന സാധനങ്ങളുണ്ട്. ഷബാദ്ക്ക കൊണ്ടുതന്ന സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സാധനം കേട്ടോ. 1.5 ആയിട്ടാണ് വരാൻ പോണത്. അപ്പോൾ എന്തായാലും ഇനി പാക്കിങ് ഇപ്പോൾ പകുതിയായി. ബാക്കി സാധനങ്ങളും കൂടി പാക്ക് ചെയ്തിട്ട് വിവരങ്ങളും വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ പാക്കിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മളെ കുറേ ബാക്കി വന്ന സാധനങ്ങളാട്ടോ. കാരണം കൂടുതലും ഈ പാക്കറ്റ് സംഭവങ്ങൾ ആണ് കൂടുതലുണ്ടായിരുന്നത്. അതേപോലെ സ്പ്രേൻ്റെ ബോക്സ് സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇത് കുറവാണ്. ഒരു ലോഡ് അങ്ങോട്ട് കൊണ്ടുപോയി, അടിക്ക് കൊണ്ടുപോയി. അതേപോലെ തന്നെ ഈ സാധനങ്ങൾ ഇവിടെ കുറേ സാധനങ്ങൾ വന്നിനി. ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ല. ജിമ്മിൻ്റെ ക്യാമറ ബാഗ്, ഷാനുൻ്റെ ബാഗുകൾ എടുത്തു അടിയിൽ. സോ നമ്മൾ ഈ ഒരു സ്റ്റുഡിയോനോട് താൽക്കാലികമായി വിട പറയാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി വരും. സോ ഗൾഫ് ഉള്ളിലുണ്ട് കേട്ടോ, ഇവിടെ അല്ല, ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ ഇതാണ് നമ്മളെ ഇത്രയും ദിവസം നമ്മളെ വീട് തേനു കേട്ടോ. മിസ്റ്റർ മോഫിസ്ക അവിടെ ഉണ്ട്. സോ ഇതാണ് നമ്മൾ ഇത്രയും ദിവസത്തെ നമ്മൾ ഓടിച്ചാട് നടന്ന സ്ഥലം. സോ ഇത് എപ്പോഴും ഗൾഫ് എപ്പോഴും പറഞ്ഞാൽ എന്താ വെച്ചാൽ, ദിസ് ഈസ് യുവർ ഹൗസ്, ഇതിൻ്റെ വീടാണെന്നാണ് ഗൾഫ് എപ്പോഴും പറയില്ല. എനിക്ക് എപ്പോൾ എന്താവശ്യം ഇവിടെ ദുബായിൽ വന്നാലും എവിടെ വന്നാലും എനിക്ക് ഇവിടെ വരാൻ നിൽക്കുക എന്നുള്ളതാണ് പറയൽ. സോ നമ്മൾ നിന്ന റൂം ഇവിടെയാണ്. അപ്പോൾ മാക്സിമം ഈ റൂമത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി വിട്ടീനി. ഇനി കുറച്ച് ഷീറ്റും സാധനങ്ങളും ഇതൊക്കെ വാഷ് ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചാണ്. ഈ ട്രൗസറിൻ്റെ അല്ല, വേറെ ട്രൗസറാണെന്ന് എനിക്കറിയില്ല. ഇതെന്താ സോപ്പും പൊടി എന്താണ്. അതേപോലെ ഇത് ഗൾഫിൻ്റെ കുറച്ച് കമ്പ്യൂട്ടർ ഇവിടെ കോരിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ആപ്പിളിൻ്റെ സിസ്റ്റങ്ങളൊന്നും ഇതൊക്കെ പഴയതായി പറഞ്ഞിട്ട് ഗൾഫ് കോരിയിട്ട് ഒഴിവാക്കിയതാണ്. ഈ സാധനങ്ങൾ മൊത്തം ഇതൊക്കെ നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ജിമ്മി ഉപകാരമുള്ള സാധനങ്ങളല്ല ഇതൊക്കെ. അതായത് ഇത് ഗൾഫിന് മോഡൽ പോയി, പക്ഷെ നാട്ടിലെല്ലാവർക്കും ഇപ്പോഴും ഒരു സിനിമ എഡിറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേറെ റൂം, ഇവിടെയും
വാഷിന് ഇടാനുള്ള സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ റൂം ഫുൾ സാധനങ്ങളാണ് കേട്ടോ. നിലം മൊത്തം ഞാൻ വൃത്തിയാക്കി. നിലത്ത് ഇനി ഒന്നും ബാക്കിയില്ല. എല്ലാ പ്ലാസ്റ്റിക്കും സാധനങ്ങൾ ഫുള്ള് ഞാൻ ഇവിടെ വൃത്തിയാക്കി. ഇവിടെയും നിലം ഫുള്ള് പ്ലാസ്റ്റിക്കും സാധനങ്ങളും. ഇനി ആ സാധനങ്ങൾ മൊത്തം ഞാൻ നിലത്തുനിന്ന് എടുത്ത് ഒഴിവാക്കി. ഇത് വാഷ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. അവിടെ വിരിച്ചിട്ടിട്ട് ഇതായിട്ട് കാര്യമില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾ വന്ന് എടുക്കും. അടിക്ക് പോയേക്കാം. പാസ്പോർട്ട് എടുക്കില്ലേ സൽമാൻ ക പോട്ടെ. അപ്പോൾ ഞങ്ങളെ ബോസ് ഇവിടെ ഉണ്ട്, സൽമാൻ ക. സോ സൽമാൻ ഖാൻ എനിക്ക് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഞാൻ ബന്ധമുള്ള കേട്ടോ. ഇപ്പോഴാണ് അടുത്തറിയാനും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഇതുവരെ ഇപ്പോഴും പറ്റിയില്ല അല്ലേ. ഇൻഷാല്ലാ എല്ലാ പ്രാവശ്യവും കുറച്ച് നേരം വരും. കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസിറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന് കണ്ട മൂപ്പര് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ഇപ്രാവശ്യം ആദ്യം ഒന്ന് കണ്ടു, 3ാമത്തെ പ്രാവശ്യം കണ്ടു. ഇൻഷാല്ലാ ബോസിൻ്റെ വണ്ടിയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. പുറത്തുണ്ട് വാ. എൻ്റെ ഡ്രീം വണ്ടിയാണ് ബോസിൻ്റെ ഇപ്പോൾ കറൻറ്റിലുള്ള വണ്ടി. ഞാനും നല്ല തീറ്റയല്ലേ ബൈംഷ. സോ അവിടെ ഉണ്ട് കേട്ടോ ബോസിൻ്റെ വണ്ടി. ഞാൻ പോകുമ്പോൾ കാണിച്ചു ഇങ്ങോട്ട് നോക്കിംഷ. ഇതാ കാണേ, ഇതാണ് ബോസിൻ്റെ വണ്ടി കേട്ടോ. ഖത്തർ വണ്ടിയാണ്. ഓലെ കൂടുതൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഖത്തറിലാണ്. ഖത്തർ LC ആണ് ഈ കിടക്കുന്നത്. ഫുൾ മാറ്റ് ഫിനിഷിൽ കിടക്കുന്ന ഒരു LC. ഒന്നും പറയാല്ല കേട്ടാ. സീൻ ലുക്ക് മാഷാല്ലാ. 5 ലക്ഷം കിലോമീറ്റർ വണ്ടിയോ ഇപ്പോഴും പേട്ട പോലെ ഓടുന്നില്ലേ? 5 ലക്ഷം കിലോമീറ്റർ ഓൾറെഡി റണ്ണിങ് ഉള്ള വണ്ടിയാണ്. ഇപ്പോഴും എഞ്ചിൻ ഓപ്പൺ ആവണുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. ടൊയോട്ട പവർ അത്രേ ഉള്ളൂ. ഇരിക്കി എല്ലാവരും ഇരിക്കി ഓഫീസ്ക്ക് ഇരിക്കി. സൽമാൻക്ക് ഇരിക്കി, ഷാഫി ഇരിക്കി. ഷാനോ സ്റ്റൈലാക്കല്ലേ വേണ്ടോ. അപ്പം ഇതാണ് നമ്മളെ പെട്ടിയൊക്കെ എടുത്തോ. നമ്മളെ പെട്ടിയൊക്കെ വണ്ടി കയറിയോ? ഞാൻ അവിടുത്തെ ഇറക്കുമ്പോൾ എടുക്കല്ലേ. ഓക്കെ. സോ ഇതാണ് ഞങ്ങളെ മജ്ലിസ് റൂം. ഹോം ടൂർ കാണിക്കാൻ എനിക്ക് പാമിൻ്റെ ഹോം ടൂറോ അബുദാബിത്തെ ഹോം ടൂറോ അതുപോലെ തന്നെ എവിടെയും കവനിജിലൊന്നും ഇപ്രാവശ്യം പോയിട്ടും കൂടി ഇല്ല. കാരണം ഇവിടെ തന്നെ നമ്മൾ അത്യാവശ്യം തിരക്കേനി. കൽഫോ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി നോക്കിയിനി. അപ്പം ഇതാണിപ്പോൾ നമ്മളെ ഇവിടുത്തെ സിറ്റിംഗ് ഏരിയ. ഇത് കൽഫൂൻ്റെ ആണ്. തലവേദനൻ്റെ എന്തിൻ്റെ ആണ് മൈഗ്രെയിൻ. ഈ സാധനങ്ങൾ എടുക്കണം. ഇതെനിക്ക് കിട്ടിയാണ്. ഇത് ലാസ്റ്റ് ആഡ് ചെയ്യാം നമുക്ക്. ഇതെന്താ കുറേ സാധനങ്ങളുണ്ടായിന് ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ബായിഷ രാജേട്ടനല്ലേ? രാജേട്ടൻ വിനീഷ്യസിൻ്റെ കൂടെ സ്റ്റോറി ഇട്ടേ. രാജേട്ടൻ എന്ത് വിനീഷ്യസ്? മെസ്സി വിനീഷ്യസ്. ക്യൂട്ട് ബോയ്. കഴിഞ്ഞ വ്ളോഗില് നീല ഷർട്ട് ഇട്ട് ഇക്ക ക്യൂട്ടാണെന്നുകൊണ്ട് പറയാൻ മെസ്സേജ് നിൽക്കണേ. ഷാഫിന്റെ സ്റ്റേഡിയത്തിലുള്ള അടി ഉണ്ടല്ലോ, അതൊരു 1.5 അടിയാണ് കൂട്ട. അത് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. 6 ഇങ്ങനെ പറത്തുക. ഷാഫിയൊക്കെ ഉണ്ടല്ലോ 6 അടിച്ചിരിക്കണം. ഇബൽക്കും അലനൊക്കെ വൻ പരിചയം. സ്റ്റേഡിയത്തിൽ വൻ കളിച്ച് ശീലമായിട്ട് പന്ത് വരുമ്പോ പ്ലേസ് ചെയ്യാ. നമ്മളിങ്ങനെ നോക്കിക്ക. എന്റെ കുട്ടിയാണിത്. ഞമ്മക്കെന്താ വെച്ചാൽ ഇബൽക്ക് വലിയ ആൾക്ക് റെസ്പെക്ട് കൊടുക്കുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഔട്ടായി കൊടുക്കും. അപ്പം ഷാഫിന്റെ കളി എങ്ങനെ വെച്ചാല് നമ്മള് സ്റ്റേഡിയത്തിൽ വലിച്ചിട്ടടിക്കണം. ഒരു ബോൾ പോണെങ്കിൽ എന്താണ് അടിച്ചാലും അവിടെ ക്യാച്ചിന് പോകട്ടോ പന്ത്. പക്ഷെ ഷാഫിയൊക്കെ ടെക്നിക്കാണ്. ഇവര് ഫുള്ള് ടെക്നിക്കാണ്. അങ്ങനെ അടിച്ചുകൊണ്ട് പറത്തും. ഇവനും അല്ലനും മാഷാ അല്ലാഹ് ഇന്നും അങ്ങനെ ഇതാക്കാൻ പറ്റട്ടെ. ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയുണ്ട് ഷാനു ഭക്ഷണം? മന്തി, ചിക്കൻ മന്തി, ഫുൾ ചിക്കൻ മന്തി നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. കൽഫിനെ വിളിക്കട്ടെ. കൽഫു ഇത് ഒന്നും എനിക്കറിയില്ല കേട്ടാ. മനസ്സിലായി. അപ്പം എന്തായാലും ജിമ്മി ഇരിക്ക്. അപ്പം എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം
അവിതാ നമ്മൾ പോവാണ്ടാ. ആ മാഷല്ലാ, ഏതാ ഫ്രെയിം മോനെ. കുറച്ച് മുന്നിക്കായി ചിലപ്പോൾ കിട്ടും, കുറച്ച് മുന്നിക്കായി കിട്ടും. മാഷല്ലാ, എൻ്റെ അർബാബ കണ്ടത്, എൻ്റെ മുത്ത്. ലസ്കോ ഗൾഫോ മോഫിസ്കാ സൽമാൻ കാ ഇൻഷാല്ലാ. സി യു ഇൻഷാല്ലാ. കാണാം അടുത്ത വരവിന് എന്തായാലും. സി യു ഇൻഷാല്ലാ, കാണാം. ഓക്കെ ആഷിക മോഫിസ്കേ അതിൽ വരില്ലേ? വരി, ഇതിൽ കയറിയിട്ടാ. Kalfo, this is yours, no? Yes, this is mine. Confusing. I thought I have packed already. Which one? What is this? Huh? Oh, no, wait, put this back. This is new, Kalfo? This is, he gave me, Hanan. Oh, okay. So he's traveling today. I'll 6999. അപ്പോൾ ഗൈസ് പ്രത്യേകം പറയാനുള്ളത് tell Shafi go with Hanifa. Go with Hanifa, no? Okay. പറയാനുള്ളത് ഷാഫിക്ക അതിൽ കയറില്ലേ? ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അതിലുണ്ടെന്ന് വിചാരിക്കുന്നു. പാസ്പോർട്ടില്ലേ? പാസ്പോർട്ടിന്റെ കയ്യിലുണ്ട്. കലഫിന്റെ വീട്ടിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. Ready to go, guys? Let's go. Let's go, let's go, let's go. Let's go, let's go. Guys, passports, tickets, Yes, we took everything. phones, chargers. Yes. 2 ഫോണ്. ഇന്ത്യ ഒരു ഫോണ്ട്, ഇന്ത്യ ഒരു ഫോണ്ട്. അതിന്റെ ദൂരിയില്ലല്ലോ കവറ്. അറിയില്ല. ഇന്നലെ ഡേറ്റ് 30-ാം തീയതി 18-5 അറിയാം. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് ഹൗസിനോടും വീടിനോടും വിട പറയുകയാണ്. സോ ഇനി മുതൽ ഇവിടെ ഇപ്പോൾ 2-3 ദിവസം മുന്നേ കുറേ ആൾക്കാർ വന്നിട്ടാ, കുറേ ആൾക്കാർ വന്ന് അവിടെ ഇവിടെയൊക്കെ നിന്നിന്. ഞാൻ ആദ്യം പറഞ്ഞിരിക്കണേ, ഇത് കൂറ്റമ്പാറ എൻ്റെ പേരിൻ്റെ അവിടെ അന്തം വിട്ടിക്കണ പോലല്ല ഇതുവരെ. So guys, Hanan is left today. He is not in Sharjah anymore. So we will let you know when he comes back. സോ ഇവിടെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇവിടെ വന്നാണ്ട് ആരും വരിക്കരുത്, ഇവിടെ വന്നാണ്ട് നിൽക്കരുത്. 2-3 ദിവസം മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാനെന്തോ നോക്കിയിട്ട് കുറച്ച് പ്രശ്നത്തേക്ക് പോയിനി. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, കാരണം നമ്മളെ വീടല്ല, ഓരോ വീടാണ്. ഓൾക്ക് എത്രത്തോളം ഓല് പ്രൈവസി നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്, എത്രത്തോളം ഫാമിലി ഓറിയൻറ്റഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ ആരും വന്നാണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറും ഇതാക്കും ചെയ്യരുത്. ഞങ്ങൾ അവിടുന്ന് പോയിക്കണം എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. കൂറ്റമ്പാറ പേരിൽ ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ പട്ടി മാത്രം കുറക്കുള്ളൂ, അതുപോലെ ആവില്ല. ഷാർജയിൽ ഗേറ്റ് തുറന്നതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കയറൽ അവസാനത്തെ കയറലാവും, നേരെ ജയിലിലേക്ക് കയറാം. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ആരും കയറി ചെല്ലരുത് ഇൻഷാല്ലാ. പിന്നെ കൽഫു മാത്രമേ, കൽഫുവിൻ്റെ ബ്രദേഴ്സും ഇവരെല്ലാവരും വരുന്ന സ്ഥലമാണ്. സോ എല്ലാവരും കൽഫുവിനെ പോലെ ആയിക്കൊള്ളണമെന്നില്ല. കൽഫാം എന്തെങ്കിലുമൊക്കെ ചെയ്തുതരും, എന്നാലും സ്റ്റില്ലിങ്. സോ ഇന്ന് നമ്മൾ ഇവിടെ പറയും. കൽഫു, ഫ്യൂ വേർഡ്സ് അബൌട്ട് ദിസ് ദുബായ് ട്രിപ്പ്. I think this Dubai trip is very special. We know each other better. All the group, all Hanan's group, we are very, very close now. First trip was like, not you, of course, I know you from 5 years, but the others, I was getting to know them. This trip made me so close to them as a brother, that I know them like very deep. I miss every one of them. Jimsha, Shanu, everyone. Guys who left, your brothers, Ichu, Afi and Nihal. So now we are acting like we're normal, but trust me, we are really gonna miss you, inshallah. So come back soon. This is what makes me happy, that you're coming back inshallah soon, and you know your place. I think the whole Keralites in UAE know your place now in UAE. So this is your house. Whenever you come back, you're here, inshallah.
and lot more to do, inshallah. Few words to all our audience, no? You Yes. are new to them, no? Yeah. So few words to all the subscribers, all the people who admire you. Guys, I've seen the comments and they were very overwhelming. I'm really, really happy. I don't know how to react to it. I can't express, but I read every and each comment, and I'm really happy that your followers, if they today like me, is just because of you. You know? No. It's because of your character. No, it's only. because of you. Because they are so loyal and loving to you. Today they like all your friends, and I'm happy and honored to be part of that family. താങ്ക് യു സോ മച്ച് കൽഫ. സോ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമാണ് ഇപ്പോൾ And I രണ്ട്. want to promise a lot of people. I want to promise a lot of people. Inshallah, we'll be in Kerala soon. ഇൻഷാല്ലാ In ഇൻഷാല്ലാ. Hanan's place, inshallah. Inshallah, next month. ന്യൂ അനൗൺസ്മെന്റ് ഇൻഷാല്ലാ. സോ ഞാൻ അനൗൺസ്മെന്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട എന്തെങ്കിലും ഗൾഫ് ഇൻഷാല്ലാ കേരളത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൊണ്ടുവരണം ഇൻഷാല്ലാ. അപ്പോൾ ഇതാ നമ്മൾ ഗസ്റ്റ് ഹൗസ് വിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകളിലുപരി അതിൽ വലിയ അംഗീകാരമൊന്നും നമുക്കിനി കിട്ടാനില്ല. കാരണം ഓരോരുത്തരും നമ്മളെ ചാനലിൽ ഓരോരുത്തരും നമ്മൾ ഇന്നെ സ്നേഹിക്കണം അതേ എമൗണ്ടിലാണ് ഗൾഫൂനും സ്നേഹിച്ചത്. എല്ലാവരും ഗൾഫൂന് ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റഗ്രാമിൽ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഗൾഫ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി പറഞ്ഞിട്ടാണെങ്കിലും നമ്മളായിട്ട് നിൽക്കണ ആ ഒരു പെരുമാറ്റം ക്യാരക്ടർ എല്ലാം പറഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും നമുക്ക് എനിക്കും ഗൾഫിനും മാറി മാറി മെസ്സേജ് അയക്കുന്നുണ്ട്. സോ മൂപ്പർക്കും ഒരുപാട് നമ്മളെ ഫാമിലിയിൽ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും മൂപ്പർക്ക് ഇഷ്ടമായി. എല്ലാവർക്കും എല്ലാം നല്ല ഓഡിയൻസ് എന്നാണ്. ഇപ്പോൾ കമൻസ് കൂടിയൊക്കെ ഗൾഫിൽ എപ്പോഴും പോയോ. അപ്പോൾ ഗൾഫ് പറയണമെന്ന് വെച്ചാൽ ഒക്കെ നല്ല കുട്ടികളാണ്, നല്ല ആൾക്കാർ മാത്രമാണെന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഷാർജനോട് വിട പറയുന്നത്. സോ ദുബായ് എന്ന് പറഞ്ഞാണ്ട് നമ്മളെപ്പോൾ വരികയാണെങ്കിലും ഞങ്ങൾ ഉണ്ടാവില്ല ദുബായിലല്ല. വിൽ ബി ടെല്ലിങ് വി ആർ കമ്മിങ് ടു ദുബായ് ആൻഡ് വിൽ ബി ഓൾവേസ് ഹിയർ ഇൻ ഷാർജ. Inshallah. But I also want to promise everyone who's watching you that I was very happy that they enjoyed every vlog. Yes. They enjoyed all the activities that we've done. Yes. But Dubai is never full. We have a lot more to do. Inshallah, when you come back, Inshallah, winter. you guys will see some things which I'll surprise all your followers with. Inshallah, inshallah, Galfo. One of them will be skydive soon, inshallah. Galfo. Galfo. We will be seeing Hanan skydiving soon, inshallah. Jumping from a plane. Galfo. Inshallah. I'll cut this part. Inshallah. അറിയാത്ത പോലെ നിൽക്കാം. അപ്പം എന്തായാലും ഗൾഫ് പറയണമെന്ന് വെച്ചാൽ ഇപ്രാവശ്യം നമ്മൾ ഗൾഫ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് പ്ലേസ്, നമുക്ക് ആക്സസ് ഇല്ലാത്ത എത്രയോ പ്ലേസ്. ഇപ്പോൾ സ്റ്റേഡിയം ആണെങ്കിലും ഫെയിം പാർക്ക് ആണെങ്കിലും ഒന്നും ഒരാൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ അല്ല. അതൊരിക്കലും ഒരാൾ പെട്ടെന്ന് കയറി ഒരുപാട് നമ്മുടെ അടുത്ത് പൈസ ഉണ്ടായാൽ പോലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണമല്ല ഒരു ക്രിക്കറ്റ് പിച്ചൊക്കെ. കാരണം നിങ്ങളൊരു സ്റ്റേഡിയം വിലക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രിക്കറ്റ് പിച്ച് മറച്ചിട്ടാണ് അവർ തരിക. അപ്പോൾ ആ പിച്ചിലാണ് നമുക്ക് കളിക്കാൻ ഗൾഫ് ആക്സസ് തന്നത്. അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത്രയും പ്ലെയേഴ്സ് കോഹ്ലി, സച്ചിൻ, ABD, ഗെയില്, സഞ്ജു എല്ലാ പ്ലെയേഴ്സും കളിച്ച് പോയൊരു ഗ്രൗണ്ടിൽ ആ സെയിം ഗ്രൗണ്ടിൽ ആ സെയിം പിച്ചിൽ നമ്മളെ കളിക്കാൻ അനുവദിക്കുക എന്ന് പറയണത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൾഫ് ഫോർ ഷോയിങ് us all around, for taking good care of us. We have to thank you. You should not thank us. We should thank you for giving us so much joy, so much happiness. As I always tell everyone, they bring so much of life and energy to us. We should thank you. You should see after you leave, everything becomes so dull. Everything becomes for a while it normal. Yes. Inshallah, we are happy that you're coming back. Inshallah. സോ മൂപ്പർക്ക് നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ തിരക്ക് പിടിച്ച ലൈഫാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ഒരു 10 ദിവസത്തിനെങ്കിൽ 10 ദിവസത്തിന് നമ്മൾ വരുന്നതും അത്രയും മൂപ്പർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. സോ അതുകൊണ്ടാണ് എപ്പോൾ വന്നാലും എത്ര ആളായിട്ട് വന്നാലും ഏത് സമയത്ത് വന്നാലും മൂപ്പരാവും നമ്മൾ ഫുൾ കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നലെയൊക്കെ രാത്രി നമ്മുടെ അടുത്ത് നിന്ന് പോണത് 4:30-5 മണി. ഞാൻ ഈച്ചൂനൊക്കെ പ്ലെയിൻ ഉള്ളത് 7 മണി 8 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഉറങ്ങാണ്ട് ഓരോ കൂടെ ലാസ്റ്റ് വരെ നിന്നതും ഗൾഫാണ്. അപ്പം നമ്മളിൽ ഒരാളെ പോലെ ഒരിക്കലും നിൽക്കേണ്ട ഒരു ആവശ്യം മൂപ്പർക്ക് ഇല്ലെങ്കിലും നമ്മളോട് അങ്ങനെയാണ് മൂപ്പർ എപ്പോഴും ഫുൾ ടൈം നിൽക്കൽ. ഫുൾ ടൈം മീൻസ് ഫുൾ ടൈം അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ എയർപോർട്ടിൽ ആക്കി തരുന്ന വരെ മൂപ്പർക്കാണെങ്കിൽ നമ്മളൊരു വണ്ടിയിൽ പറഞ്ഞു വിടാം. പക്ഷെ എന്നാലും നമ്മളെ കൂടെ വന്നിട്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിലും ഈ മൂപ്പരെ ഓഫീസ് സംബന്ധമായ തിരക്കിൻ്റെ ഇടയിലും നമ്മളെ കൂടെ വന്നത്. സോ എന്തായാലും എനിക്ക് എങ്ങനെ താങ്ക്സ് പറയണം ഇതിനെന്ന് അറിയില്ല. ഇപ്പോഴാണ് ഞാനും ഗൾഫ് ശരിക്കും 4-5 വർഷമായിട്ട് ബന്ധം ഉണ്ടെങ്കിലും ഈ ഒരു ടൈമിലാണ് കുറച്ചെങ്കിലും I think this time we have showed everything around, no? So much. It's been 4-5 years since we know each other, but still this time people get to know about you more. Because your family wanted more. Your family wanted to see more. They were enjoying the vlogs. They were enjoying Dubai. Yes. It's my what do you call that? Like
pleasure. It's my job also to also show how Dubai is nice, how UAE is yes, fun. yes. You know, and it's my honor to be showing you all around. Thank and you I'm telling so you much. still there's a lot to see, inshallah. ഇൻഷാല്ലാ. അപ്പോൾ ബോസ് പറഞ്ഞത് വെച്ചാൽ ഇപ്പോൾ ഈ ചൂടുള്ള ടൈം ആയതുകൊണ്ട് കുറേ സാധനങ്ങൾ ഓഫാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബൽ വില്ലേജും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വ്ളോഗ് ചെയ്യാനാണെങ്കിൽ ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വിൻ്റർ ടൈമിൽ വരുമ്പോൾ എല്ലാം ചുറ്റി കാണാം, എല്ലാം ചുറ്റി കറങ്ങാമെന്നാണ് ഗൾഫ് പറയണത്. സോ ഇൻഷാല്ലാ എന്തായാലും നമുക്ക് ഇനി എയർപോർട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ എല്ലാവരും നമ്മളാക്കാൻ വന്നവരാണ് കേട്ടോ, ഫുൾ ആൾക്കാരും. സോ നമ്മൾ പോവാണ്. വി വിൽ മിസ് ഗൾഫു ഇൻഷാല്ലാ. സോ പാവാകെ സങ്കടത്തിലാണ് കേട്ടാ. ചേട്ടാ പോട്ടെ. ഞാൻ ലാലേട്ടന്റെ ഒരു ട്രെയിനർ, അവൻ ചൈനയിലുള്ളത്. ഇവിടെ ഉണ്ടാവണേ. ഇവിടെ ഉള്ളത് പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, സജീഷ്. രണ്ടാളെ വിളിച്ചു. അപ്പൊ നമ്മൾ ഈ നേരത്തെ വന്നിട്ടില്ല, സീനില്ല. നമ്മൾ രക്ഷപ്പെട്ടു, നല്ല രക്ഷപ്പെട്ടില്ല, എന്നാലും ബസ് കയറി. ഇൻഷാല്ലാ താങ്ക് യു രാജേട്ടൻ. ഇൻഷാല്ലാ കാണാം. ഇൻഷാല്ലാ. അപ്പം വീട്ടിലെല്ലാം അന്വേഷണം പറയും. ഉറപ്പായിട്ടും എമിഗ്രേഷനിൽ തിരക്കുണ്ട്. ഓക്കെ ചെല്ലാം. Say bye bye. Inshallah. ഞാൻ പിടിക്കാം. അപ്പം നമ്മൾ മെല്ലെ നടന്ന് നീങ്ങണ്ട. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. തൻ്റെ വിലമതിക്കപ്പെട്ട പെട്ടി സെനൂബ് അലി ഇതാ വലിച്ചിറക്കുന്നു. മുട്ടായി ഉണ്ട്. പെരേക്കുവാ നാളെ വന്നാൽ മതി. സുഹൃത്തുക്കളെ, ഇത് നമ്മളെ വ്ളോഗുകളിൽ നിന്നും കഴിഞ്ഞൊരു മാസമായി വിട പറഞ്ഞ അച്ചുവാണ്. ഒലക്ക കൊറേ ഓഡിയൻസ് ഫുള്ളേ നിങ്ങളും അച്ഛൻ തെറ്റിയോ എന്നൊക്കെ എന്നോട്. ഞാൻ തെറ്റിയിട്ടില്ല, അറിഞ്ഞോ എന്നോട് തെറ്റിയിട്ടുണ്ടെങ്കിലുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടീനെ ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും അച്യുതൻ നമ്പൂതിരി അവർ ഇവിടെ എത്തിച്ചേർന്നതിൽ ഇന്ന് പ്രത്യേക കാരണങ്ങളുണ്ട്. രണ്ട് പെട്ടി എടുത്തോ. ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഇതിലൊന്നും എൻ്റെ ഇല്ല. അതിൽ ഗെയിമിംഗ് ഫോൺ ഉണ്ട്. ഇതിൽ മിക്കിൻ്റെ സാധനം ഉണ്ടാവുന്നുണ്ട്. അത് തന്നോ? മിക്കൊക്കെ ഫുള്ള് പ്രോട്ടീനാണ്, ഫുൾ മസിൽ ഉണ്ടാക്കാൻ. അന്തപ്പൊടികളെ മതി. പ്രോട്ടീൻ പൗഡറൊക്കെ എല്ലാവരും എടുക്കും. എവിടെ ഉണ്ടാക്കിയ വായത്തോട്ടം മൊത്തം എനിക്ക് വണ്ടി വെട്ടാണ്ടായിട്ടും ഇവിടെ ഒന്ന് തട്ടിച്ചണോ? സ്ക്രാച്ച് ആയി ബ്രോ. അതെന്താ വണ്ടി പോണ്? അല്ലോ ദുഃഖിടാവും. ബാബാ ഇതാ വരുന്നേ ദാറുൽ ഹുദാ. താരകമണികൾ സ്വാഗതം പാടി. അനാൻഷ ആയിക്കോട്ടെ എന്നാ ബാ. ബാക്ക് കൂടെ പോണ അനാൻഷാനെ കണ്ട രണ്ട് വിളി വിളിച്ചിട്ട് ഒരു സുഖമല്ല. സെനൂബിൻ്റെ വീട്ടിൽ വരുമ്പോൾ തന്നെ ആ വഴിത്താരം നോക്കി ഫുള്ള് വാഴകളാൽ നിറഞ്ഞ സെനൂബിൻ്റെ വീട്. തലങ്ങും വിലങ്ങും സെനോ ഇതെന്താ പാലം കെട്ടിക്കണ്? ഇതെന്താ സംഭവം? വായ വെക്കാതെക്കാണ് സെനൂബ. എനിക്കൊരു അരക്കെട്ട് പോലും ഇങ്ങനെ കെട്ടിയില്ല കേട്ടോ, വായക്ക് കെട്ടിക്കണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഷാനുവിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ഷാനുവിൻ്റെ അപ്പ പെട്ടെന്ന് വരും കേട്ടോ, എന്നിട്ട് പിടിച്ചു. അപ്പോൾ സൈറ്റ് എഞ്ചിനീയർ ഇതാ രാത്രി ഓൺട്രിയോ ഡിസൈൻസിൻ്റെ സൈറ്റ് എഞ്ചിനീയർ ഇതാ രാത്രി 2 മണിക്കും സൈറ്റിൽ സേവനങ്ങൾക്ക് വേണ്ടി വിളിക്കുക. അപ്പോൾ ഓൺട്രിയോ നിങ്ങളെ സൈറ്റിൽ രാത്രി 2 മണിക്കും വന്ന് നിൽക്കുന്നു. തെളിവാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ കാണുന്നത്. ഇങ്ങോട്ട് പിടിച്ചാലോ കേട്ടോ, ഇങ്ങോട്ട് പിടിച്ചാലോ കേട്ടോ. ആ അമ്മച്ചേ മാറിന്നോളി, ഒരു വരവാട് വരും. ഒറ്റയാൻ വീണ്ടും കാട് കയറിയിരിക്കണെന്ന് പറഞ്ഞേ. എനിക്ക് ഇത്ര ദൂരം വരുന്നത് ക്ഷീണമൊന്നുമില്ലേ? ഞാൻ രാവിലെ കോഴിക്കോട് ഞങ്ങൾ വരുന്നത് കലഫിന്റെ അടുത്തുനിന്നാ.
കാൽ ഓഫ് കിങ് അടിച്ച് കയറി വന്നു. വാ ഇൻഷാല്ലാ പോണ്ടേ, ഇജ്ജും കൂടി എനിക്ക് കാണാനുള്ളൂ കേട്ടോ. ഇതെന്താ ഷാനോ? ഓനോട് ചോദിച്ചാ മൾട്ടിപോട്ട് എല്ലാം ഇതെന്തിനാ? ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഇപ്പാ ഉള്ളിക്കുന്നാളി. അയ്യോ ഈച്ചുപടണ്ട്, ഞങ്ങൾ പോവാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഷാനുവിന്റെ അടുക്കള 4 ഇരട്ടി വലുപ്പത്തിൽ മാഷാ അല്ലാഹ് വരാണ് കേട്ടോ. ഇതെന്താ ഇവിടെ എന്താ വെക്കുക? ടിവിയോ ഈ ഗ്യാപ്പില്? ജനലിലെ ആർക്കിടെക്ട് ഒന്ന് വിശദീകരിക്കൂ, എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? കിച്ചൺ മാറിയില്ല മോനെ. ഇവിടെ ഇവിടെ കിറ്റ്കാറ്റ് ടൈൽസ്. എന്തിനായില്? കിറ്റ്കാറ്റ് ടൈൽ. ഓ, ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്? ഈ ഇനി ഏരിയ ഒരു മേലൊരു കൗണ്ടർ കൂടി വരും. ഇവിടെ അക്കോറി ഉണ്ടോ? അക്കുറിയോ? അത് വിൻഡോ. ഓക്കെ, ഇതെല്ലാം കേറാൻ പ്രശ്നമില്ല. അടുക്കളയിൽ കയറി നിന്നിട്ട് എനിക്ക് എന്താ പണി? അപ്പൊ ഇത് ഇങ്ങനെ കഴിഞ്ഞതോടെ സംശയം തീരുന്നില്ലേ? പോയപ്പോ ഇവനെ ഏൽപ്പിച്ച് അച്ചോ അടുക്കള ഒന്ന് റെഡിയാക്കി തരുന്നു. അടുക്കള റെഡിയല്ലേ? ദാ ഉമ്മറപ്പറ്റം കാണാണ്ടില്ലേ? ഇതെന്താ? ബാത്റൂം. അടുക്കളയിൽ ബാത്റൂമാ? അടുക്കളയിൽ സ്റ്റോർ റൂം ഉണ്ട്. സംഭവം അച്ചു ഏകദേശം നമ്മള് എത്ര ദിവസത്തിനുള്ളിൽ പണികൾ തീരും? കഴിഞ്ഞു, പണി കഴിഞ്ഞു, തീർന്നില്ലേ? ഞാൻ പാല് കാച്ചിക്കോ. ആദംസ് PVC ഫോം ബോർഡ് കൊണ്ട് നിർമ്മിക്കുന്ന ഇതെന്താ? പ്രാവും കൂടാവും. അതടിച്ചാൽ നല്ല സുഖം. പാത്രങ്ങൾ ബെഡ്റൂമുക്ക് ചിപ്സ് ഇട്ട് കളയില്ലേ? ചിപ്സ് ഉണ്ടായില്? അതെന്താ? അതെന്തിനാ? അത് ഓന് ഡോർ വെക്കണം പറഞ്ഞു. ഇത് ഞങ്ങളെ വരികയൊക്കെ ഉണ്ടായിനി. കാര്യമൊന്നുമില്ല, പഴയ ചെമ്പട്ടി. 100 ചോറ് വെക്കണം എന്ന് പറഞ്ഞിട്ട് 100 വരെ വരില്ല. അതിന് വാങ്ങിയിട്ട് 4 ചെമ്പട്ടിയും വലിയ ബിരിയാണി കയ്യിലും ഉണ്ടാവില്ലേ, അതവിടെ ഇങ്ങനെ മാറാല പിടിച്ച് ചെതല് പിടിച്ച് അരിച്ചു പോകാൻ അതിനൊരു പ്രത്യേക സ്റ്റാൾ എല്ലാവരും ഉണ്ടാവും. അതും കടന്നുറങ്ങുന്ന സ്ഥലമാണ്. അത് അങ്ങനെ ആക്കിയല്ലേ? സാധനം ടെൻ്റ് അടിച്ചു കൊടുക്ക്, എൻജോയ് ചെയ്യട്ടെ. അപ്പം എന്തായാലും മോളത്തെ റൂമിലേക്ക് പോകേണ്ടത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോയേക്കാം. ബാക്കി കൊറിയറിനിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ദുബായിൽ കാണാൻ പറ്റാത്ത കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അരിച്ചാലിൽ വെള്ളം പോയിട്ട് എത്ര കാലമായി. നമ്മളിവിടെ വന്നപ്പോൾ ഈ അരിച്ചാലിൻ്റെ സൗണ്ട് ഉണ്ട്. റബ്ബേ, ഇതിലിറങ്ങിയുണ്ടാവും. അപ്പോൾ അജുവദിന് ക്ലിയോപാട്രൻ്റെ സോപ്പ് കൊടുത്തിട്ടുണ്ടോ? നല്ല മണാവും എന്ന് പറഞ്ഞിട്ട് അതിനൊരു കൊസി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അജുവത് അത് വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട്. വേറെ എന്താ കയ്യിലുള്ളത്? ഇതെന്താണോ? നാട്ടിലെത്തിയപ്പോഴാണ് ഒരു നാടനായത്. പോവല്ലേ? ബാ പോവാ. ഇതാണ് സെനൂബിന്റെ നാട് കേട്ടോ. കാളോത്തി ബോർഡിന്റെ അപ്പുറത്ത് തന്നെ ഷാനുവിനെ വന്നാൽ കാണും കേട്ടോ. ഷാനു ഫാൻസ് ഒക്കെ പോയിട്ടോ. ഷാനു ഫാൻസ് ഞാൻ പോട്ടെ, പരി പോവാൻ മുട്ടണ്. ഈച്ചോ ഡയറക്റ്റ് ഇറക്കണ്ട, കുത്തിക്കുകയും. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ബാക്കി വീട്ടിലെ സാധനങ്ങളൊക്കെ കേട്ടുന്ന വിശേഷങ്ങൾ സോ ഗൈസ് നമ്മൾ ജിമ്മിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടാ. ഓ ചളിയുണ്ട് ജിമ്മി, ശ്രദ്ധിച്ചിറങ്ങൂ. ദുബായിൽ നിന്നും വന്നൊരു ജിമ്മിച്ചനാണ്. ജിമ്മിക്കുമുണ്ട് 60 kg ലഗേജ്. ജിമ്മിയുടെ ലഗേജിൽ മുട്ടായികളുണ്ട്. ഈ ചളിയിൽ ചവിട്ടിയാൽ ചെറുപ്പങ്ങൾ കേടും. സുഖം. നോ പ്രോബ്ലം. ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഓല് കൂട്ടാൻ വന്നു. ഓല് കണ്ണൂരേനി. കണ്ണൂരിന്ന്. അല്ല പേരൊന്ന് നോക്ക്. ഇതാണുണ്ട്. ഇതാണ് തന്നെ ഉണ്ട്. കിടക്ക് ഇങ്ങോട്ട് കുടിച്ചോ.
നേരെ ചോ അപ്പം മധുരം പറ്റുമോ ഇക്ക? എന്നാ പിന്നെ നിങ്ങൾ എന്നാ മത്തായി കിടക്കും നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അതന്നെ ഉള്ളൂ എന്നാ. മിക്കിന് പൗഡർ ഇനി കൂറ്റന്മാരെ കിടക്കുന്നു കുറച്ച് ദിവസം. മിക്കിന് പൗഡർ ഉണ്ടല്ലേ? ലഗേജിലും കൊള്ളൂല, കാർഗോയിലും വിടാൻ പറ്റൂല. വില പിടിപ്പുകൾ എന്താ എന്നാ അല്ല എൻ്റെ മറ്റേ സാധനങ്ങളൊക്കെ ഇടാൻ നല്ല ചെറിയ പെട്ടിയിലല്ലേ. ഇത് നല്ല എടുത്തോ നിമിഷ? ഈ ലാപ്ടോപ്പ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? ഇതെന്താ ഈശോ? ഇത് വാങ്ങിയാണോ അങ്ങനെ? ആ കുട്ടി എന്നാ ഓളോ? ഓ അതൊരു പാവാട്ടോ. അത് മുട്ടായി എന്നോ? ഓലുണ്ടാക്കിയത്? ഇതാണ് ശ്രീലങ്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത അണ്ടിപ്പരിപ്പ്. കണ്ടോ, ശ്രീലങ്കൻ ബേൺഡ് കാഷ്യൂ. മനസ്സിലായോ? ഇതൊക്കെ അയച്ചുണ്ടേ ചോദേ. നമ്മളെ രാജേഷന് വന്നാണിത്. ഹേയ് കണ്ണോപ്പി കണ്ണാടി മോട്ടർ. അപ്പം സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എല്ലാം ഇതിലുണ്ടോ? സാധനങ്ങളൊക്കെ എടുത്തില്ലേ? എന്താ ജിംഷ ഹാൻഡ് ബാഗിൽ ഇട്ടാ പോകുന്നതൊക്കെ ലഗേജ്. ഇന്ത്യ ജിംഷാൻ്റെ ലഗേജ് മാത്രം നമുക്ക് ഈ ലഗേജിന് നമുക്ക് താങ്ക്സ് പറയാനുള്ള ആരോടാ? ഷബാദ്ക്ക. കാരണം ഞങ്ങളവിടെ പോയ ടൈമിൽ നമ്മളെ 2 പെട്ടി സാധനങ്ങൾ അത് എങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ. ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി പോയ ഞങ്ങൾക്ക് എത്ര പെട്ടിയിലാണ് ഷബാദ്ക്ക സാധനം തന്നിക്കണം അറിയാം? ഒരു 30 kg, ഇതിൻ്റെ ഒരു 30 kg, പിന്നെ ഒരു 30 kg, പിന്നെ ഒരു 30 kg, പിന്നെ 3 7 kg. അപ്പം എത്രയായി? 30 120 120 3 7 kg 21 141 വരാണ്ട് 2 കാർഗോയിൽ വരാണ്ട് 150 കിലോൻ്റെ ലഗേജാണ് ഞാനും ജിമ്മി നാട്ടിൽ കിടത്തിക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, മുട്ടായാണ്. കുറച്ച് സാധനം കിട്ടും പ്രാവശ്യം നോക്കി നോക്കോട്ടി. ആ മറ്റേതിൻ്റെ ഉള്ളിലത്തെ പെട്ടിയില്ലേ, അത് രാവിലെ എപ്പോഴും ഇതിൻ്റെ തുറക്കണതിന് മുന്നേ കൊടുന്നാൽ മതി. നോക്കിയിട്ട് എന്നാൽ ഞങ്ങൾ വിട്ടു. ഇൻഷാല്ലാ നാളെ ഇറങ്ങി ഇപ്പം പോയിട്ടാ. സ്നാനേക്കും ഒന്നായിട്ട് തിന്നണ്ടോ മത്താവേ. ഇപ്പോഴൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും തുറക്കുമ്പോൾ. എന്തെങ്കിലും മത്താവട്ടെ, കുഴപ്പമില്ല, പോവാ. അപ്പോൾ കഴിച്ച് നമ്മൾ പുറപ്പെടുകയാണ്. എൻ്റെ കൂടെ AJV ഉണ്ട് കേട്ടോ. എൻ്റെ മുത്ത AJV ബാംഗ്ലൂരിൽ നിന്ന് ഒന്നാണ്. ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ മടിവാല സ്പെഷ്യലിസ്റ്റ്. AJV പോവല്ലേ? പൊള്ളിച്ചോ ഇത് ഇതൊന്നും എടുത്ത് വെച്ചോ. സോ ഗൈസ് പുറപ്പെടുന്നേ. കോവിൻ പടിവിൽ ചെന്നേ കോരാ